ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് സയൻസിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണിത്. ഈ ഒരു പാർട്ട് 1-ൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിനു മുമ്പുള്ള 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒന്നാമത്തെ ചാപ്റ്ററാണ് വിളയിക്കാം നൂറുമേനി. ആദ്യം തന്നെ വിത്തുകളും നടീൽ വസ്തുക്കളും എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൈപ്പങ്ങ ചെടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫലത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫലത്തിനുള്ളിലെ വിത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. ഇനി കൃഷിക്ക് വേണ്ടി വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി മറ്റെന്തൊക്കെയാണ്? നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് ഭാഗത്തു നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത്? അപ്പോൾ വിത്തിൽ നിന്ന് മാത്രമല്ലല്ലേ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇവിടെ കറിവേപ്പിൻ്റെയും ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് ഇവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കറിവേപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കറിവേപ്പ് വേരിൽ നിന്നാണല്ലേ. കറിവേപ്പിൻ്റെ തൈകൾ മുളച്ചു വരുന്നത് വേരിൽ നിന്നാണല്ലേ. അതുപോലെ ഇഞ്ചിയോ? ഇഞ്ചിക്ക് നമ്മൾ ആ ഒരു കിഴങ്ങ് തന്നെ അല്ലേ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചി വിളവെടുക്കുമ്പോൾ തന്നെ നടാൻ ആവശ്യമായിട്ടുള്ള വിത്തുകാണ്ഡങ്ങൾ നമ്മൾ അതിൽ നിന്ന് ശേഖരിക്കുകയാണല്ലേ ചെയ്യുന്നത്. പിന്നെ ഇലമുളച്ചി എന്ന് പറയുന്നത് സസ്യം എങ്ങനെയാണ്? ഇലയിൽ നിന്ന് തന്നെ ഇലയുടെ അറ്റത്തു നിന്ന് തന്നെ പുതിയ ഇലകൾ ഇങ്ങനെ വളർന്നു വരികയാണല്ലേ ഇലമുളച്ചി. പിന്നെ കുരുമുളക് അതിൻ്റെ തണ്ടാണല്ലേ കുഴിച്ചിടുന്നത്. അപ്പോൾ വിത്തിൽ നിന്ന് മാത്രമല്ല പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്നും അതുപോലെ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്നും പഠിച്ചില്ലേ. അടുത്തതായിട്ട് ബോക്സ് കൊടുത്തതാണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കരിവേപ്പില, അതുപോലെ ഇഞ്ചി, കുരുമുളക്, ഇലമുളച്ചിയൊക്കെ ഓരോരോ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നൊക്കെയാണല്ലേ തൈകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പോൾ കായിക പ്രജനനം ഒരു അലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണമാണ്. ഇനി വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുന്നു. ഇനി കായിക പ്രജനനം വഴിയും അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വേരിൽ നിന്നാണ് കായിക പ്രജനനം. വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പഠിച്ചു. അപ്പോൾ വേരിൽ നിന്നുണ്ടാവുന്ന സസ്യമാണ് ശീമപ്ലാവ്. അതുപോലെ കാണ്ഡത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മുരിങ്ങ. അതുപോലെ ഇലമുളച്ചി, പിന്നിൽ പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് ഇലമുളച്ചിയിൽ. അതുപോലെ ഭൂകാണ്ഡം വളർന്ന് പുതിയ സസ്യമായി മാറുന്നതാണ് കാച്ചിൽ. അതുപോലെ ഇഞ്ചിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം നമ്മൾ പഠിച്ചു വിത്ത് വഴിയാണല്ലേ. വിത്ത് വഴി ഉണ്ടാകുന്ന ഒരു സസ്യമാണ് മുരിങ്ങ. പിന്നെ എന്തൊക്കെയാണ്? മാവ്, പ്ലാവ്, ഇതൊക്കെ വിത്തിൽ നിന്ന് ഉണ്ടാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ കായിക പ്രജനനം എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണിത് പതിവയ്ക്കൽ എന്ന് പറഞ്ഞാല്. അപ്പോൾ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണിത് പതിവയ്ക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. പേര, സപ്പോട്ട, ചാമ്പയ്ക്ക, അത്തി, ബദാം തുടങ്ങിയ മരങ്ങളിലാണ് ഈ ഒരു പതിവയ്ക്കൽ രീതിയിലൂടെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണിത് പതിവയ്ക്കൽ. അടുത്തതാണ് നാഗപതിവയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പന്റൈൻ ലെയറിംഗ്.
കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിലടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പതിവയ്ക്കലിനുള്ള ഒരു രീതിയാണ് എന്ത്, നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു രീതിയാണ് വായുവിൽ പതിവയ്ക്കൽ. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയും ഏതൊക്കെ സസ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് നോക്കാം. വായുവിൽ പതിവയ്ക്കൽ അല്ലെങ്കിൽ എയർ ലെയറിങ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം ഇവയിലൊക്കെയാണ് വായുവിൽ പതിവയ്ക്കൽ. അതായത് മാതൃസസ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ എന്താണ് എയർ ലെയറിങ് എന്ന് പറഞ്ഞാൽ, അതായത് വായുവിൽ പതിവയ്ക്കൽ. ഇനി നാഗപതിവയ്ക്കൽ എന്ന് നമ്മൾ പഠിച്ചു. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിലും ഇടവിട്ട് മണ്ണിട്ട് മൂടിയിട്ടാണ് പതിവെക്കുന്ന രീതിയാണ് എന്ത്, നാഗപതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ. അത് ഏതൊക്കെ സസ്യങ്ങളിലാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില ഇവയൊക്കെ ഈ നാഗപതിവയ്ക്കൽ രീതി യൂസ് ചെയ്തെങ്ങാനാണ് എന്ത്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില തുടങ്ങിയ ചെടികൾ എന്താണ് നാഗപതിവയ്ക്കൽ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്? ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ എന്താണ് മണ്ണിട്ട് മൂടുകയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും ഒക്കെ കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ്? ചെടിക്ക് വലിപ്പവും ആയുർദൈർഘ്യവും ഒക്കെ കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണവും ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ചിലപ്പോൾ എന്താണ് പ്രസ്താവന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താണ് വായിച്ചിങ്ങാൻ എന്തൊക്കെയാണ് പോരായ്മകളും എന്താണ് ഏതൊക്കെ ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്താണ് വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളപ്പിക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് യൂസ് ചെയ്യുന്നത്? ആക്സിൻ എന്ന ഒരു സസ്യ ഹോർമോണാണ് ഇങ്ങനെ വേര് മുളപ്പിക്കാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഹെഡിങ് ആണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. എന്താണെന്ന് നോക്കാം. ഗുണമേന്മയുള്ളൊരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഗുണമേന്മയുള്ള സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്ത്? കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി എന്താണ്? റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പോൾ വേരോട് കൂടിയ ചെടി എന്താണ്? റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ഹെഡിങ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. മുകുളം ഒട്ടിക്കൽ നോക്കാം. ഗുണമേന്മയുള്ളൊരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണിത് മുകുളം ഒട്ടിക്കൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കമ്പൊട്ടിക്കൽ, അതേപോലെ തന്നെയാണ് കമ്പിന് പകരം എന്താണ്? മുകുളമാണ്. ഗുണമേന്മയുള്ളൊരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണിത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. ഇവിടെ എന്താണ്? കമ്പിന് പകരം എന്താണ്? ഒരു സസ്യത്തിൻ്റെ മുകുളമാണ് എടുക്കുന്നത്, മറ്റൊരു വേരോട് കൂടിയ സസ്യത്തിലാണ് ഇത് ഒട്ടിച്ച് ചേർക്കുന്നത്. അപ്പം എന്താണ്? ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് എന്നൊക്കെയാണ് അധികം തരാറുള്ളത്. മുകുളം ഒട്ടിക്കൽ എന്നൊക്കെ ചിലപ്പോൾ മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്നൊക്കെ തരും. അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ തന്നാൽ നമുക്ക് ഡൗട്ടാവും. അതുകൊണ്ട് ഇതൊന്നും എന്താണ് മനസ്സിലാക്കി വെക്കട്ടോ. മുകുളം ഒട്ടിക്കൽ ഏതാണ്, അതുപോലെ തന്നെ എന്താണ് കമ്പൊട്ടിക്കൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതായിട്ട് ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമേന്മയുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിനെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം.
ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. ഇപ്പം എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും എന്നാൽ എന്താണ് വ്യത്യസ്ത ഗുണമുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണെന്ത്? വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. ഇനി ഇവിടെ ചിലയിനം സങ്കര ഇനം വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. മുളകിൻ്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. മുളകിൻ്റെത് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അതുപോലെ എന്താണ് നെല്ലിൻ്റെതാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെത് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ട് ഒരു സങ്കരയിനം വിളകളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോഡ് യൂസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം എല്ലാ വിത്തുകളും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോന്നിനും ഓരോ കോഡാണ് പറഞ്ഞിട്ടുള്ളത് പഠിക്കാനായിട്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കട്ടോ. ഇനി വർഗസങ്കരങ്ങളിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് എന്ത് സങ്കര ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തിയിലാട്ടോ. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത് കേരള കാർഷിക സർവകലാശാല, അല്ലെങ്കിൽ മണ്ണുത്തി, തൃശ്ശൂർ മണ്ണുത്തി സ്ഥിതി ചെയ്യുന്ന സർവകലാശാല. ഇവിടെ എന്താണ് വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ എന്താണ് പ്രസ്താവന രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ കാർഷിക സർവകലാശാല അറിയുമ്പോൾ വിളകൾ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മൃഗങ്ങൾ, പക്ഷികളൊക്കെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ വിളകൾ മാത്രമല്ല, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളും ഉണ്ട് ഈ ഒരു കേരള കാർഷിക സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏതാണ്? തിരുവനന്തപുരം ശ്രീകാര്യത്താണ് CTCRI. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, RRII. ഏതാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കേട്ടോ. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. ഇനി കാസർഗോഡുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇദ്ദേഹത്തെ അടുത്ത് മരിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം മരിക്കുന്നത്.
ഇത് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന് ഏതൊക്കെ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്? മാഗ്സസേഫ് വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാഗ്സസേഫ് പ്രൈസ്, ഇതുപോലെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1925 മുതൽ 2023 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇനി അടുത്തതായിട്ട് ഒരു ബോക്സിൽ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിവ കൊടുത്തിട്ടുണ്ട്. തമ്മിലുള്ള വ്യത്യാസമാണ്. ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്നല്ല ലഭിക്കുന്നത്. എന്നാൽ രാസവളങ്ങളോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടിവരും, എന്നാൽ രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ മതി. ഇനി ജൈവവളങ്ങൾ മണ്ണിന് ദോഷമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ എന്താണ്? രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ട്. ഇനി ജൈവവളങ്ങൾ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ജൈവവളം കൂടുതലും രാസവളവും കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. അപ്പം എന്താണ്? ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണെന്ത് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സിൽ ജീവാണുവളം എന്താണ് കൊടുത്തിട്ടുണ്ട്? ജീവാണുവളം അല്ലെങ്കിൽ മൈക്രോബയൽ ഫെർട്ടിലൈസർ, സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം എന്താണ്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം അല്ലെങ്കിൽ മൈക്രോബയൽ ഫെർട്ടിലൈസർ. ഇതെന്തൊക്കെയാണ്? സ്യൂഡോമോണസും അസോസ്പൈറിലൊക്കെ ഈ ഒരു ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ഹെഡിങ് ആണ് കീടനിയന്ത്രണ മാർഗങ്ങൾ. ജൈവ നിയന്ത്രണം. വട്ടച്ചായി അല്ലെങ്കിൽ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് എന്ത്? ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. അടുത്ത ഹെഡിങ് ആണ് യാന്ത്രിക നിയന്ത്രണം. ചില ഇനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ളൊരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പേപ്പറിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നതുവഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറോമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം എന്താണ്? യാന്ത്രിക നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ഫെറോമോൺ എന്ന് പറയുന്നത്. ഇതെന്താണ്? മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് കീടങ്ങളെ ഇങ്ങനെ കെണികൾ ഉപയോഗിച്ച് കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. അടുത്ത ഹെഡിങ് ആണ് കീടനാശിനികൾ. കീടനാശിനികൾ 2 തരമുണ്ട്. രാസകീടനാശിനികളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്. എന്താണ് രാസകീടനാശിനികൾ? രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ഇനി ജൈവ കീടനാശിനികൾ എന്താണ്? രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ഇവ. പിന്നെ പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിന്റെ നേട്ടം. അപ്പം എന്താണ്? നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് പരിസ്ഥിതിക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത്. കാർഷിക രംഗം. മത്സ്യകൃഷി എന്താണ്? അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത്. മത്സ്യകൃഷിക്കാണ് പിസി കൾച്ചർ. ഇനി പട്ടുനൂൽ പുഴു വളർത്തലിന് സെറി കൾച്ചർ എന്നാ പറയാം കേട്ടോ. പട്ടുനൂൽ പുഴു വളർത്തൽ സെറി കൾച്ചർ. ഇനി പുഷ്പകൃഷി എന്താണ്? ഫ്ലോറി കൾച്ചർ. പിന്നെ തേനീച്ച വളർത്തൽ എന്താണ്? എപ്പി കൾച്ചർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ.
കുറേ എണ്ണമൊക്കെ നമുക്ക് അറിയുന്നതാവും, അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് മുയൽ വളർത്തൽ എന്താണ്? ക്യൂണി കൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. പിന്നെ മഷ്റൂം കൾച്ചറാണ് എന്ത്? കൂൺ കൃഷിക്ക് മഷ്റൂം കൾച്ചർ. കോഴി കൃഷി എന്താണ്? പൗൾട്രി ഫാമിംഗ്. പിന്നെന്താണ്? കന്നുകാലി വളർത്തലിന് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. മത്സ്യകൃഷി എന്താണ്? പിസി കൾച്ചറാണ്. പിന്നെന്താണ്? കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. പൗൾട്രി ഫാമിംഗ് കോഴി കൃഷിയാണ്. പിന്നെ കൂൺ കൃഷിക്ക് മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. ഈ കൂൺ കൃഷിയും ഈ മുയൽ വളർത്തലുമായിട്ട് പിന്നെ എന്താണ് ഡൗട്ട് അടിക്കരുത്. കൂൺ കൃഷി മഷ്റൂം കൾച്ചറാണ്. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. പിന്നെ തേനീച്ച വളർത്തൽ എന്താണ്? എപ്പി കൾച്ചർ. ഇനി പട്ടുനൂൽപ്പുഴ വളർത്തലാണ് എന്ത്? സെറി കൾച്ചർ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? പൂക്കൃഷി ഫ്ലോറി കൾച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അറിയാത്തതൊക്കെ നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.